ഈ കാണുന്ന 2 in 1 ഷെൽഫ് നമുക്കങ്ങ് ഉണ്ടാക്കിയെടുത്താലോ? ടേബിൾ അങ്ങ് ഫ്രീ ആയി കിടക്കുന്നു എന്ന് തോന്നിയോണ്ടാണ് ഞാൻ ഈ കാര്യത്തിന് ഇറങ്ങിയത്. പിൻട്രസ്റ്റ് നോക്കിയപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം കണ്ടെന്ന്. ഒന്നില്ലെങ്കിൽ ഫോം ഷീറ്റ് അല്ലെങ്കിൽ കാർഡ്ബോർഡ്. ഇതാണ് ഞാൻ ഉണ്ടാക്കുന്നതിൻ്റെ റെഫറൻസ് പിക്ക്. ഈ പിക്കിലെല്ലാം കാണിക്കുന്ന സെയിം മെഷർമെൻറ്റ് വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. കാരണം ഡിഫറെൻറ്റ് ടേബിൾ ആയിരിക്കും, അതിനനുസരിച്ച് ഡിഫറെൻറ്റ് മെഷർമെൻറ്റ്സും വേണ്ടി വരും. അപ്പം ഞാൻ തന്നെ എനിക്ക് വേണ്ട രീതിയിൽ മെഷർമെൻറ്റ്സ് എടുത്ത് അത് നോട്ട് ചെയ്ത് വെച്ച് ഞാൻ ചുമ്മാ ഒന്ന് വരച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യാൻ നിൽക്കുന്നതെല്ലാം. ഞാൻ ഉണ്ടാക്കുന്നതിൻ്റെ മെഷർമെൻറ്റ് ഞാൻ ദാ ഇവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുപോലെ വേണമെങ്കിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ മെഷർ ചെയ്തിട്ട് നിങ്ങളുടെ മെഷർമെൻറ്റിൽ ഉണ്ടാക്കുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത്. അപ്പം എല്ലാം പറഞ്ഞ പോലെ പീസസ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് പിക്കിൽ നോക്കി ശ്രദ്ധിച്ച് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം തെറ്റിയിട്ടുണ്ടായിരുന്നു, പിന്നെ ഞാൻ മാറ്റി ഒട്ടിച്ച്. ഒട്ടിക്കുന്നതിൻ്റെ ഇടയിൽ ടേബിളിലെല്ലാം ആയി മോശം. ഫ്ലെക്സ് ക്വിക്ക് ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ളൊരു സൂപ്പർ ഗ്ലൂ തന്നെയാണ്. സോ ദിസ് ഈസ് ദി ഫൈനൽ ലുക്ക്. 2 in 1 എന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഒന്നല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ലെയർ ആയിട്ട് ഇങ്ങനെയും വെക്കാം. ആക്ച്വലി എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടപ്പെട്ടത്, സോ ഞാൻ ഇങ്ങനെ വെക്കുന്നത്. ബട്ട് ഇഫ് യു ഗൈസ് തിങ്ക് ലെയർ ആയി വെക്കുന്നതാണ് ഒന്നുകൂടി രസം എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ആൻഡ് ഓൾസോ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സോ നമുക്ക് ഇങ്ങനെ DIY മേക്ക് ഓവേഴ്സ് ഒരുമിച്ച് ചെയ്യാം.